ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അതായത് ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നമ്മൾ പുതുവത്സര ദിവസം അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നൊരു പ്രസാദമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതായത് പുതുവത്സര പച്ചടി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മളുടെ ഈ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ എല്ലാ ഫ്രൂട്ട്സും തന്നെ അരക്കപ്പാണ് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അരക്കപ്പ് പഴുത്ത മാങ്ങ അരിഞ്ഞെടുത്തത്, അതുപോലെ ഇത് കദളിപ്പഴമാണ്. കദളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് 2 ചെറിയ കദളിപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ അരക്കപ്പ് ആപ്പിള്, അത് ഞാൻ തോലോട് കൂടി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞത്. മുന്തിരി, പച്ച കളറിലുള്ള മുന്തിരി കേട്ടോ. അതുപോലെ പൊമഗ്രനേറ്റ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഒരു വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കുക്കുംബർ ഉണ്ടല്ലോ, കുക്കുംബർ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് വേണം. അതുപോലെ തന്നെ നമുക്ക് 1 കപ്പ് തൈര് വേണം. തൈര് നിങ്ങളുടെ കയ്യിൽ വെള്ളത്തോട് കൂടിയിട്ടുള്ള തൈര് കുറച്ച് ലൂസായ രീതിയിലാണെങ്കിൽ അതിൽ പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട. എൻ്റെ കയ്യിൽ കട്ടിയുള്ളതായിരുന്നു, അപ്പം ഞാനൊരല്പം വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഇത് ജിഞ്ചറാണിത്. ഈ ജിഞ്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മാങ്ങ ഇഞ്ചി എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഇഞ്ചിക്ക് ഒരു പച്ചമാങ്ങയുടെ ടേസ്റ്റാണ് ഉണ്ടാവുക കേട്ടോ. അത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് എടുക്കാൻ ശ്രമിക്കുക. അത് 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ തന്നെ ഇത് നോർമൽ ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മാങ്ങ ഇഞ്ചി കിട്ടിയില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഉള്ളത് പച്ചമുളക്, 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് കടുക്, 1 ടീസ്പൂൺ കടുക് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് പിന്നെ വേണ്ടത് 1/2 കപ്പ് തേങ്ങ ചെരുകിയത് വേണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരല്പം കടുക് നെയ്യിൽ താളിച്ചൊഴിക്കണം. അത് മാത്രമാണ് ഇത് നമ്മൾ അടുപ്പിൽ കത്തിച്ചിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് കടുക് വറുത്തെടുക്കാം. ഇതാ ഞാനൊരു കടായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കിതാ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. നമ്മളെ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ പച്ചടിയിൽ ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ മൺപാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു സെറാമിക്കിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇതിലൊരല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് തൈരൊന്ന് ലൂസായിട്ട് വരും കേട്ടോ പഞ്ചസാര മിക്സ് ചെയ്യുമ്പോൾ. ഈ പഞ്ചസാര മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച 2 ടൈപ്പ് ഇഞ്ചി ഉണ്ടല്ലോ, ആ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആപ്പിള് ഇട്ട് കൊടുക്കാം. കദളിപ്പഴം അരിഞ്ഞു വെച്ചത് ചേർക്കാം. അതിനുശേഷം പഴുത്ത മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊമഗ്രനേറ്റിൻ്റെ സീഡ് ഇട്ട് കൊടുക്കാം. ഇത് ഒരു കുക്കുംബർ ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചെറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾക്ക് ഇനി ഇതിൽ ലാസ്റ്റ് കടുക് നമ്മൾ പൊടിച്ചു വെച്ചില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ നെയ്യിൽ കടുക് വറുത്തത് നമ്മളിൽ ചേർത്തിട്ടില്ല. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പം ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ കടുക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല നെയ്യിൽ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ആ കടുക് പൊടിച്ചു വെച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം.
ഇതാ അപ്പം നമ്മൾ ആ ചതച്ച കടുകും കൂടി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു മണ്ണിൻ്റെ പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റുകയാണ്. ഇതാ അപ്പോൾ ഇതൊന്ന് ഈ മൺപാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മൺപാത്രത്തിൽ വെച്ച് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പുതുവത്സര ദിവസം പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രസാദമാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഡിഫറെൻ്റ് ആയൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.